ഹായ് ഗൈസ്, നമുക്കിന്ന് ബീഫ് വരട്ട് തയ്യാറാക്കാം. അതിന് വേണ്ടിയതാ ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് 2 പട്ടയും ചെറിയൊരു കഷ്ണം 2 കറാമ്പൂവും കൂടെ ഇട്ടിട്ട് ആ എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. ശേഷം നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കിയത് പേസ്റ്റെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചതക്കി വെച്ച് ഞാൻ അതിലേക്കിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കറിവേപ്പില ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളതിലേക്ക് ഞാനൊരു 3 ഉള്ളി നന്നായി നൈസായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3 ഉള്ളിയാണ്, വലിയ ഉള്ളി. അപ്പോൾ അതാ ഉള്ളിയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി ഒന്ന് വാടാൻ വേണ്ടി അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് നമ്മളതിലേക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് ബീഫ് മസാലയും അല്പം ഗരം മസാലയും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി ഒരു 2 സ്പൂണിൽ ഒരു കുറച്ചും ഇട്ട് കൊടുക്കുക. ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇളക്കി ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ തക്കാളിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വേവിച്ച് വെച്ച ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ കുക്കറിലിട്ട് ഒന്ന് വേവിച്ച് വെച്ചതായിരുന്നു. ആ വേവിച്ച ബീഫും കൂടെ അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ബീഫ് പുരട്ട് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളിതിൻ്റെ അഭിപ്രായം അറിയിക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, കുരുമുളകിൻ്റെ ടേസ്റ്റാണ്. പിന്നെ അത് നമ്മളെ മല്ലി ഇല